നീയാ കാണിച്ച്? അത് പിന്നെ ഞാൻ ആ കുട്ടി അവിടെയുള്ളത് കണ്ടില്ല. എന്ത് കാണാതെ? കാണാത്ത പോട്ടെ, ഇവിടെയാണോ ചവറിടുന്നത്? പിന്നെ ഇവിടെയല്ലാതെ? നിങ്ങൾ എന്തിനാ മക്കളെ എന്നോട് ദേഷ്യപ്പെടുന്നത്? പോ നിങ്ങൾ പോയി കളിക്കാൻ നോക്ക്. അതെ ആന്റി, നമ്മൾ ഈ പൊതുസ്ഥലത്ത് ചവറൊന്നും ഇടാൻ പാടില്ല, അറിയോ? ഓ പിന്നെ അതൊക്കെ മുനിസിപ്പാലിറ്റിക്കാര് നോക്കിക്കോളും. ഓഹോ, അങ്ങനെയാണോ? ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആന്റിയുടെ വീട് അറിയാം. ഒരു ഫോൺ കോൾ മതി. ദീപു ചേട്ടാ, ഫോൺ എടുത്തേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ മോളെ, നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. മക്കളെ, ആന്റിക്ക് നിങ്ങളെപ്പോലെ അധികം പഠിപ്പൊന്നുമില്ല. +2 വരെ പഠിക്കണമെന്ന് ആശയുണ്ടായിരുന്നു. എന്നിട്ട് പറ്റിയില്ല. പ്ലസ് ആവാൻ പറ്റിയില്ല. പിന്നെ 2 വരെ പോയി. നോക്കൂ ആന്റി, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ. അതെല്ലേ ആന്റി, ഈ ചവറുകൾ ഇവിടെ ഇടുന്നത് കാരണം എലി, കൊതുക് എന്നിവയുടെയൊക്കെ ഉപദ്രവം ഉണ്ടാവും. കണ്ടില്ലേ? ശരിയാണ് മക്കളെ, ഇവിടെയെല്ലാം ഓടി നടന്നുകൊണ്ടിരുന്നതാ എന്റെ മോൻ. ഇപ്പൊ അസുഖം വന്ന് കിടക്കുക. പോട്ടെ ആന്റി, ഇനിയെങ്കിലും നമുക്ക് പരിസരം വൃത്തിയായി സൂക്ഷിക്കാം. അപ്പോൾ ഒരസുഖവും ഉണ്ടാവില്ല. മക്കളെ, ആന്റിക്ക് ഇതുവരേക്ക് ഒന്നും അറിയില്ല. ഇനി ഇത് ആവർത്തിക്കില്ല. വാ. മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 2. അതെയോ? മോൻ ആന്റിയോട് ദേഷ്യമുണ്ടോ? മക്കളെ, ആന്റിക്ക് ഒരു സംശയം. ഈ ചവറൊക്കെ പൊതുസ്ഥലത്ത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതെ, പാടില്ല. പിന്നെ എവിടെ ഇടുക? ആന്റി, ഈ ചവറുകൾ എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവുന്ന ചവറുകൾ, കമ്പനികളിൽ നിന്നുണ്ടാവുന്ന ചവറുകൾ, അങ്ങനെ പലതും. പിന്നെ ഈ വീടുകളിൽ നിന്നുള്ള ചവറുകൾ നീക്കം ചെയ്യാനായി ഗവൺമെന്റിന്റെ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതുമാത്രമല്ല ആന്റി, നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളും ചപ്പുചവറുകളും മറ്റും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതൊന്നല്ല ആന്റി, ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്ന സിറിഞ്ചുകളും സൂചികളും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് വിടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളും ഇവയൊക്കെ സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ പാലക്കാടുണ്ട്. എന്താ അത്? അതിപ്പോ നിനക്കറിയില്ല, അതല്ലേ സത്യം? ഞാൻ പറഞ്ഞു തരാം. അതാണ് ഇമേജ്. ഇമേജോ? അതാരാണപ്പ ഞാൻ അറിയാത്ത പുതിയൊരാൾ നമ്മുടെ കോളനിയില്? അയ്യോ ആന്റി, അതൊരാളല്ല, അതൊരു സ്ഥാപനാണ്. അതിനെക്കുറിച്ച് കൂടുതലായി അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡോക്ടറങ്ങളെ പോയി കണ്ടാലോ? ശരി. ഡോക്ടർ അങ്കിൾ അവിടെ ഉണ്ടാവോ? ആ, പോയി നോക്കാന്നേ. ദേ ഡോക്ടർ അങ്കിളുടെ കാറ്. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. എന്താ എല്ലാറുണ്ടല്ലോ രാവിലെ തന്നെ? പിരിവല്ലാണോ? അയ്യോ അല്ല സാറേ. പിന്നെ? അല്ല, ഈ കുട്ടികൾ പറഞ്ഞ മനോജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാ. അയ്യോ ആന്റി, മനോജ് അല്ല, ഇമേജ്. ഇമേജ് അതന്നെ സാറേ. ഓ, ഇമേജോ? ഞാൻ ചോദിച്ചോട്ടെ. ഇമേജ് എന്ന് വെച്ചാൽ ബയോമെഡിക്കൽ വേസ്റ്റ് സംസ്കരിക്കുന്ന പാലക്കാട്ടൊരു വലിയ പ്ലാന്റ് ആണ്. ആ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ? അറിയാം അങ്കിൾ. ഗുഡ്. എന്നാൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഓക്കെ? ഇമേജ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാൻ ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ. ഈ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഇമേജ്. എല്ലാ ദിവസവും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റ്, ദാറ്റ് ഈസ് വേസ്റ്റ് ഫ്രം ദ ഹോസ്പിറ്റൽസ്, ലാബറട്ടറീസ് എക്സെട്ര, സ്പെഷ്യൽ വാനുകളിൽ പാലക്കാട്ടിലെ ഇമേജ് പ്ലാന്റിൽ എത്തുന്നു. ഇവിടെ ഹൈടെക് മെഷീൻസ് ഉപയോഗിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഇത് സംസ്കരിക്കുന്നു. വി ഷുഡ് ഓൾ ബി പ്രൗഡ് ഓഫ് ദ ഇമേജ് പ്ലാന്റ് അറ്റ് പാലക്കാട്. ഒരുപക്ഷെ ഇമേജ് പോലത്തെ ഒരു പ്ലാന്റ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു പക്ഷേ ഇമേജ് പോലുള്ളൊരു സ്ഥാപനം ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിലെ മാലിന്യ പ്രശ്നം ഇതിലും രൂക്ഷമാവുമായിരുന്നു. കേരളത്തിലെ 3800 ഹോസ്പിറ്റലിൽ നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റാണ് ഇമേജ് പ്ലാന്റ് കൈകാര്യം ചെയ്യുന്നത്. ടോട്ടൽ 80,800 ബെഡ്സാണ് ഇമേജ് പ്ലാന്റിനോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം 25.3 ടൺസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റാണ് ഇമേജ് പ്ലാന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. പാലക്കാട് മലമ്പുഴയിൽ 26 ഏക്കറിലാണ് ഇമേജ് പ്ലാന്റ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. 2003 ജാനുവരിയിലാണ് ഇമേജ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത്. ഇത്രയ്ക്കാണ് ഇമേജ് പ്ലാന്റിനെ കുറിച്ച് എനിക്കറിയാവുന്നത്.
അപ്പോൾ നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടി ആ ഇമേജ് പ്ലാൻ കാണാൻ പോവാം, പാലക്കാട് മലമ്പുഴയിൽ. ശരി സാർ. Then we can have a good picnic spot there. ശരി സാർ. Okay? Okay, Tata, tata, bye bye. bye. ബൈ അങ്കിൾ. ഓക്കേ ടാറ്റ ബൈ. ഏയ് എന്താ അവിടെ? ഏയ് ഇവിടെ വരാനാ? പിന്നെ ചുമ്മാ എന്ത് ചുമ്മാ? ചവറിടാൻ വന്നതാ? ആണെങ്കി എന്നാ പിന്നെ ഇട്, ഒന്ന് കാണട്ടെ. ഓ പിന്നെ എന്ത് ചെയ്യും? എന്നാ ഇട്, ഒന്ന് കാണട്ടെ. ഓഹോ, അത്രയ്ക്കായോ? വാ മക്കളെ, നമുക്ക് അവനെ പിടിക്കാം. വാ. പണ്ടറങ്ങി തള്ളിയും പിള്ളേരും കൂടി എന്തെങ്കിലുള്ള പുറപ്പാടാ എനിക്ക് കാര്യം. ആ ഈ ചവറിപ്പ ഞാൻ ചെയ്യും ഒക്കെ കൂടി തിന്നേണ്ടി വരുമോ? ഏത് വാർഡിലാണാവോ? കുനിയാതെ വേഗം നടക്ക്. ആ ചോദിച്ചു നോക്കാം. ആ ആന്റി അവിടെ ഉണ്ടാവോ ആവോ? ഞാൻ ആദ്യമായിട്ട് ഈ ആശുപത്രിക്ക് വരുന്നേ. ആ വാ മക്കളെ. മോനെ കാണാൻ വന്നതാ ഈ കുട്ടിയോള്. ഏട്ടന്റെ പേരെന്താ? ഗോകുൽ. ഇവരെല്ലാം അമ്മ ജോലി ചെയ്യുന്ന കോളനിയിലെ കുട്ടികളാ. മോനറിയോ? ഇനി മുതൽ ഞങ്ങൾ എല്ലാവരും ഗോകുലേട്ടന്റെ കൂട്ടുകാരാ. എന്താ ഇത്? അസുഖം ബാധിച്ച ആളുടെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല എന്നറിയില്ലേ? ആരാ ചേച്ചി ഇവരൊക്കെ? ഇവരെല്ലാം മോന്റെ കൂട്ടുകാരാ. ശരി, എന്തായാലും അധികം നേരം നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കണ്ട. ലോകത്തുള്ള ഒരുവിധം പനികളൊക്കെ ഇവിടെയുണ്ട്. ആന്റി, ഗോകുലിന് എന്താ അസുഖം? ഡെങ്കി ഫീവർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡെങ്കി ഫീവർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇതിൽ ആർക്കെങ്കിലും അറിയോ? ആന്റി മൊസ്കിറ്റോ കാരണല്ലേ? ഗുഡ്. ഡെങ്കി വൈറസ് പകർത്തുന്നത് എയ്ഡസ് കൊതുകുകളാണ്. ഇത്രയും പോന്ന ഒരു കൊതുകിന്റെ പേരേ. ഡെങ്കി പകരുന്നത് എങ്ങനെയെന്നറിയാമോ? പറയാം. ഡെങ്കിപ്പനി ബാധിച്ച ആളെ കടിക്കുന്ന കൊതുകിന്റെ ദേഹത്തേക്ക് ഡെങ്കി വൈറസ് കയറുന്നു. അങ്ങനെ ആ കൊതുക് മറ്റൊരാളെ കടിക്കുമ്പോൾ ആ ഡെങ്കി വൈറസ് അദ്ദേഹത്തിന്റെ ശരീരത്തും കയറുന്നു. രോഗങ്ങളുടെ ഈ അവസ്ഥ തുടർന്നാൽ ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം മൂൺസ്യൂട്ട് ധരിച്ച് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ആന്റി പോയിക്കോട്ടെ. ഓക്കെ, ബൈ. പാവം ഗോകുൽ ചേട്ടൻ. ചേട്ടന്റെ അസുഖം വേഗം ഭേദമായാൽ മതിയായിരുന്നു അല്ലേ? വേഗം വാ, ഇപ്പൊ തന്നെ ഇരുട്ടായി. നടക്ക്. വേഗം നടക്കടാ. ആ ചേച്ചി വരാം. ആരുടെ കയ്യിലെങ്കിലും വല്ല സ്നാക്സും ഉണ്ടോ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ആ നിനക്കെപ്പോഴും ആ ഒരു വിചാരല്ലേ ഉള്ളൂ. നോക്കൂ മേഘ, നമ്മുടെ ചുറ്റുപാടും കാണുന്ന മാലിന്യങ്ങൾ മറ്റും ഒരു പരിധിവരെ നിയന്ത്രിച്ചാൽ തന്നെ ഇവറ്റകളുടെ പെരുക്കം നമുക്ക് തടയാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ പരിസരത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ ചിരട്ടകൾ, ടയറുകൾ, പഴയ പാത്രങ്ങൾ എന്നിവയിലൊക്കെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലാണ് ഇവറ്റകൾ മുട്ടയിട്ട് പെരുകുന്നത്. ഇതൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. ദേ നോക്ക്. അങ്കിൾ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ ആരാ? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാ. ആ എങ്കിൽ ഇവിടെ ഉള്ളവരെ വേഗം സ്ഥലം വിടാൻ നോക്ക്, നല്ല മഴ വരുന്നുണ്ട്. അതെ അങ്കിൾ, ഈ മരം മുറിക്കാൻ പെർമിഷൻ ഉണ്ടോ? എന്ത് പെർമിഷനാ?
നല്ല ഒന്നാന്തരം മഴ കൊണ്ടാ മരം മുറിക്കുന്നത്, മനസ്സിലായ? അതെ അങ്കിൾ, ഈ മരം മുറിച്ചാൽ പിന്നീട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഈ മരങ്ങളാണ് നമുക്ക് ശുദ്ധവായു നൽകുന്നത്. അതാണ് ഓക്സിജൻ. ഈ മരങ്ങളില്ലെങ്കിൽ ഭൂമിയിൽ മഴ പെയ്യില്ല. പിന്നെ ഈ പക്ഷികളൊക്കെ എവിടെയും കൂടുകൂട്ടുക? മാത്രല്ല ഉരുൾപൊട്ടലും ഉണ്ടാവും. ഓ പിന്നെ നാട്ടിൽ ഈ ഞാൻ ഒരുത്തൻ മാത്രം മരം മുറിക്കുന്നത് കൊണ്ടാണോ ഈ മഴയും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത്? ആ രാത്രിയോട് രാത്രി എത്ര ആളുകളാ മരം മുറിച്ചുകൊണ്ട് പോകുന്നത്? ആ നീ പെട്ട ദീപു ചേട്ടാ, ആ ഫോൺ എടുത്തേ. ആഹാ, ഹലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? മക്കളെ നിക്ക് ഞാൻ പറയുന്നൊന്ന് കേക്ക്. മക്കളെ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ മരം മുറിക്കാൻ പോകുന്നില്ല. പോരെ ഡാ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഞാനൊരു നമ്പർ ഇട്ടപ്പോഴേക്കും അയാൾ ശരിക്കും പേടിച്ചു പോയി.